2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കരുവാരകുണ്ട് കൽക്കുണ്ട് മണലിയാമ്പാടത്ത് കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവം വനത്തിനുള്ളിലാണെന്ന് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നിരോധിത മേഖലയായ വനത്തിനുള്ളിൽ അതിക്രമിച്ചു കയറുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന കണ്ടെത്തലിൽ കൊല്ലപ്പെട്ട ജംഷീറിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട 10 ലക്ഷം രൂപയുടെ സർക്കാർ ധനസഹായം ലഭിക്കാൻ സാധ്യതയില്ലെന്ന് നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ വ്യക്തമാക്കി. വനവകുപ്പ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയ പ്രദേശം വനത്തിനുള്ളിലാണെന്ന് സ്ഥിരീകരിച്ചത്. ജംഷീറിന്റെ ചെരുപ്പടക്കമുള്ള വസ്തുക്കൾ വനത്തിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. പരിക്കേറ്റ ജംഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും കണ്ടെത്തലിനെ ശരിവെക്കുന്നതാണെന്ന് DFO പറഞ്ഞു. സംഭവം നടന്ന സ്ഥലം സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ പരിധിയിൽ വരുന്നതിനാൽ തുടർ നടപടികൾ സൈലന്റ് വാലി അധികൃതരാണ് സ്വീകരിക്കേണ്ടത്. ജംഷീറിനൊപ്പം വനത്തിൽ പോയതായി പറയപ്പെടുന്ന 2 പേർക്കെതിരെ വനത്തിൽ അതിക്രമിച്ചു കയറിയതിന് കേസെടുക്കാനുള്ള സാധ്യതയും വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ലഭിക്കേണ്ട 4 ലക്ഷം രൂപയുടെ അടിയന്തര സഹായത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. വനം വകുപ്പിന്റെ വാദങ്ങൾക്കെതിരെ കർഷക സംഘടനയായ കിഫ രംഗത്തെത്തി. ജംഷീർ വനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നതിനിടെ ആനയെ കണ്ട് ഭയന്നോടിയപ്പോഴാണ് വനത്തിനുള്ളിൽ പെട്ടുപോയതെന്നാണ് കിഫയുടെ ജില്ലാ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ പറയുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകാതിരിക്കാനാണ് വനം വകുപ്പ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N ഉണ്ണിയൻ കുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ അടിയന്തര സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും DFO പറഞ്ഞിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അധികൃതർ നിലപാട് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്.